ഹായ്, ഞാൻ ഐഷ ഷംസ്. എല്ലാവർക്കും ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ കറി ഫിഷ് നീർവാണയാണ്. നമ്മുടെ ഹോട്ടൽ മാരിയറ്റിലെ ഷെഫ് പിള്ളയുടെ സിഗ്നേച്ചർ ഡിഷാണ് ഫിഷ് നീർവാണ. ഭയങ്കര ടേസ്റ്റ്. ഒരിക്കൽ ഞാൻ പോയി കഴിച്ചിട്ടുണ്ട് മക്കളുടെ കൂടെ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അന്നേ ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അതിൻ്റെ റെസിപ്പിയൊക്കെ മനസ്സിലാക്കിയെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ അവരുണ്ടാക്കിയക്കാട്ടിൽ ടേസ്റ്റ് നമ്മളുണ്ടാക്കും. നമ്മൾ തേങ്ങാപ്പാലൊക്കെ നന്നാക്കി കുറുകിയ തേങ്ങാപ്പാലൊക്കെ എടുത്ത് നല്ല ടേസ്റ്റിലുണ്ടാക്കാം നമുക്ക്. അപ്പം ഞാനിന്ന് ഫിഷ് നിർവാണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവരും ചെന്ന് കണ്ട് അതേപോലെ ഒന്നുണ്ടാക്കി പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് പ്ലേ ബട്ടൺ അമർത്തുക. എന്നിട്ട് ഈ ഫിഷ് നിർവാണ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. അപ്പം നമുക്ക് പോവല്ലേ, ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ പോവല്ലേ. ഓക്കെ, ആദ്യം ഫിഷ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെറും മഞ്ഞളും മുളകും ഉപ്പിട്ട് പുരട്ടിയിട്ട് ഫിഷ് നമ്മൾ പൊരിച്ചെടുക്കുക. നന്നായിട്ട് പൊരിയരുത്, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കിയിട്ടെടുക്കുക. അധികം പൊരിയാനും പാടില്ല, മുരിഞ്ഞു പോകാനും പാടില്ല. കുറച്ച് പൊരിച്ച പോലെ ആകും വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ അത് പൊരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചട്ടി അടുപ്പിൽ വയ്ക്കുക. ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇല വെച്ച് അതിനകത്തേക്ക് ഫിഷ് അടക്കി വയ്ക്കുക. നന്നായിട്ട് ഇലയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഫിഷ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെക്കുക. എന്നിട്ട് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ആ ഫിഷിന് മുകളിൽ മുങ്ങി നിൽക്കണം. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുക. ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കരിവേപ്പില വെക്കണം. നമ്മൾ 4-5 ഇതുള്ള കരിവേപ്പില എടുത്ത് വെക്കുക. പിന്നെ ആ ചട്ടിയിലുള്ള പൊരിച്ച ബാലൻസ് വെളിച്ചെണ്ണ ഉണ്ടാവില്ല, അതും അതിൻ്റെ മുകളിൽ ഒഴിക്കുക കേട്ടോ. ഒഴിച്ചതിന് ശേഷം നമ്മൾ കരിവേപ്പില അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ ഫ്ലേവർ ഇഞ്ചിയാണ്. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ആ ഇഞ്ചി കടന്നിതാകുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്. ആ 4 പച്ചമുളക് കീറിയത് വെക്കുക. ഒരു മാങ്ങയുടെ ഹാഫ് പോർഷൻ ചെറുതാക്കി അരിഞ്ഞത് ഇടുക. പിന്നീട് ഇഞ്ചിയാണ്. ഇഞ്ചി കുറച്ച് തോന്നിയിടണം കേട്ടോ. ആ ഫിഷിന് അനുസരിച്ച് നിങ്ങൾ ഇഞ്ചി ഇട്ട് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യുക. നിങ്ങൾ എത്രയാണോ ഫിഷ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇഞ്ചി. ആ ഇഞ്ചി ആ തേങ്ങാപ്പാലിൽ കടന്നതാവുന്ന സമയത്ത് ഒരു വല്ലാത്ത ടേസ്റ്റാണ് ഇതിന്. ഒരു വായലിട്ട് കഴിഞ്ഞ് നമുക്ക് എന്താ പറയുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അവർക്ക് പത്തിരിയോ നൂൽപുട്ടോ ഇതുണ്ടാക്കുമ്പോൾ ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. ചൂട് ചോറിലേക്ക് നമ്മൾ ആ ഫിഷും കുറച്ച് കറിയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ പിന്നെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, കുരുമുളക് പൊടി. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് 2 ടേബിൾ സ്പൂണിലെ കുറച്ച് വലിയൊരു തവിയാണുള്ളത്. അപ്പോൾ അതിൽ 1.5 ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പിടുക. നമ്മൾ ഫിഷിൽ എന്തായാലും ഉപ്പിട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ തേങ്ങാപ്പാലിന് ഉള്ള ഉപ്പ് നമ്മൾ ഇട്ടതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് ആദ്യം നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കണം. എന്നിട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയ ഫ്ലെയിമിൽ കടന്ന് ഇതിങ്ങനെ ആ തേങ്ങാപ്പാലിലേക്ക് ഈ മീനൊക്കെ പിടിച്ച് വരണം. നല്ല ടേസ്റ്റാണ് തോന്നുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്ന ചോറിലൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ പിന്നെ നമുക്കൊന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആ നിർവാണയ്ക്ക് ഫിഷ് നിർവാണ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ആ തേങ്ങാപ്പാലിൽ കടന്നിട്ട് ഇങ്ങനെ ചെറുതീല തേങ്ങാപ്പാലിൽ പിടിച്ച് കിടക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ തേങ്ങാപ്പാലെടുത്ത് ഇങ്ങോട്ടൊന്ന് മുകളിലേക്ക് ഇങ്ങനെ മെല്ലെ ഇതാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ പറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മുങ്ങിട്ടല്ല തേങ്ങാപ്പാൽ നമ്മൾ കണ്ടിരുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ഫിഷിൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ സൈഡിലുള്ള തേങ്ങാപ്പാലൊക്കെ എടുത്തിങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ മുകളിലുള്ള ഭാഗത്തൊക്കെ ആ തേങ്ങാപ്പാൽ ഇങ്ങനത്തെ ആയിട്ട് വരും. അടിയിൽ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാൽ. ഇത് പുറത്ത് പോയി നിങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 1000 പുറത്തുണ്ട് തോന്നുന്നുണ്ട് ഒരു ചട്ടിക്കൊക്കെ. നല്ല വിലയുണ്ട് നിർവാണയുടെ അത് ഫിഷ് നിർവാണ കഴിക്കുമ്പോൾ. പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതേ പ്രകാരം നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യം കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക. എന്നിട്ട് നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം.
ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകാതെ. അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. വന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഒന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം, എന്നെ എന്തായാലും അറിയിക്കണം കേട്ടോ. ഇന്ന് തന്നെ നിങ്ങൾ ഫിഷ് വാങ്ങിയിട്ട് ഉണ്ടാക്കണേ, മറക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ. നമുക്കിത് ഓഫ് ചെയ്യാനായി. നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ.